സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ എന്നറിയില്ല. ഞാൻ ബ്രിഗേഡ് ഉട്ടോപ്യയിലെ ഒരു അന്തേവാസിയാണ്, ഒരു സീനിയർ സിറ്റിസൺ. ഇന്ന് ഞാൻ ഇവിടെ എൻ്റെ മക്കളുടെയൊക്കെ അപേക്ഷ പ്രകാരം അല്ലെ അഭ്യർത്ഥന പ്രകാരം എൻ്റെ പഴയകാല ഓണസ്മരണകൾ ചിലതെല്ലാം ചികഞ്ഞെടുത്തിട്ടുണ്ട്. ഓണസ്മരണകൾ ഇനിയും പലതുമുണ്ട്. എന്നിരിക്കലും നിങ്ങളോടൊപ്പം ഓണപരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ സ്മരണകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ഓണം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തും. പൂക്കൂടകളുമായി പറമ്പുകളും പാടങ്ങളും തോറും ഓടി നടക്കുന്ന കുട്ടികൾ, അവർ നിർമ്മിക്കുന്ന പൂക്കളങ്ങളുടെ വൈവിധ്യം, പൂവിളിയുടെ കോലാഹലങ്ങൾ, പൂവട തിന്നതിൻ്റെ മാധുര്യം, ഓണസദ്യ ഉണ്ടതിൻ്റെ ആ സംതൃപ്തി, ഓണക്കോടിയുടെ ആ പളവളപ്പ്, ഓണാഘോഷങ്ങളുടെ ആരവങ്ങൾ, പലതരം നാടൻ കലകളുടെ അരങ്ങേറ്റം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഓണക്കാലത്ത് ഓണം തുള്ളൽ എന്ന് പറഞ്ഞൊരു കലാരൂപമുണ്ട്. അത് മറ്റെവിടെയും കണ്ടിട്ടുള്ളതായിട്ട് എനിക്കറിവില്ല. ഈ വേലൻ സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബം ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിയുമ്പോഴേക്കും വരും. അവരുടെ കുടുംബാംഗങ്ങളെല്ലാം ആ പരിപാടിയിൽ ഉണ്ടാകും. പലതരം അഭ്യാസ പ്രകടനങ്ങളും അമ്മാനമാട്ടവും തമാശ പറച്ചിലും ഒക്കെ ആയിട്ട് ഏതാണ്ട് 1 മണിക്കൂർ നേരത്തോളം ഉണ്ടാകും ഓണം തുള്ളൽ. പിന്നെ നോക്കുവിദ്യ എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വളരെയധികം അഭ്യാസം ആവശ്യമുള്ള ഒരു കലാരൂപമാണത്. അതൊക്കെ ഇന്ന് ഏതാണ്ട് അന്യം നിന്ന് പോയിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഇതുകൂടാതെ പുലിക്കളി, ഓണപ്പൊട്ടൻ, അതുപോലെ കുമ്മാട്ടിക്കളി, ഇങ്ങനെ പലതരം കലകളും ഓണക്കാലത്ത് അരങ്ങേറാറുണ്ട്. അതല്ലാതെ നാട്ടിലുള്ള ഓണാഘോഷ കമ്മിറ്റികളുടെ വക കലാപരിപാടികൾ, അതിന്റെ ആഘോഷങ്ങൾ, അങ്ങനെ 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 ഓണക്കാലം ആഘോഷങ്ങളുടെ ഒരു സമൃദ്ധമായ കാലമാണ്. പക്ഷേ അന്നും ഇന്നും എന്നെ അധികം ആകർഷിച്ചിട്ടുള്ളത് ആ ഓണക്കാലത്തെ ആ പ്രകൃതിയുടെ ഭാവപ്പകർച്ചയാണ്. കർക്കടകം പെയ്തൊഴിഞ്ഞ് നല്ല തെളിഞ്ഞ വെയിൽ തെളിയുന്ന പകലുകൾ, നല്ല മന്ദമായി വീശുന്ന കുളിർകാറ്റ്, പാടങ്ങളാണെങ്കിൽ പൊൻകതിർക്കുലകൾ കൊണ്ട് തലകുനിച്ചു നിൽക്കും, പറമ്പുകൾ തോറും തുമ്പികൾ പാറിപ്പറത്തും, നല്ല പൂത്തും തളിർത്തും നിൽക്കുന്ന ആ പ്രകൃതിയുടെ മനോഹാരിത ഒരുപാട് കവികളുടെ തൂലികയ്ക്ക് വിഷയമായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ളത് മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ചിങ്ങമാസത്തെ കുറിച്ചുള്ള ഒരു കവിതയാണ്. ആ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പൊന്നിൻ കതിർക്കുലയേന്തി മെല്ലെ വന്നുപോയി ചിങ്ങമാസം. നല്ല പൊന്നിൻ കതിർക്കുല. ആ പൊന്നിൻ എന്ന് പറയുമ്പോൾ തന്നെ ആ പളപളപ്പ് നമ്മുടെ മനസ്സിലേക്ക്, ആ മനോഹാരിത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അതുപോലെ വന്നുപോയി കണ്ടോ, ആ ആഘോഷത്തിന്റെ ആ പ്രത്യേകത കാണിക്കാൻ വേണ്ടിയാണ് അത് ആവർത്തിച്ച് വന്നുപോയി ചിങ്ങമാസം. അപ്പൊ ആ മനോഹരമായ ചിങ്ങമാസത്തെ കുറിച്ച് പി കുഞ്ഞിരാമൻ നായർ എഴുതിയ കവിത ഞാനൊന്ന് ചൊല്ലിക്കേൾപ്പിക്കാം. പൊന്നിൻ കതിർക്കുലയേന്തി മെല്ലെ വന്നുപോയി ചിങ്ങമാസം. ചെമ്പൊളിപ്പട്ടു ചരടിൻ തുമ്പിൽ തുമ്പികൾ പാറി പറമ്പുതോറും. ആനന്ദമത്തിൽ മതിമറന്നീട്ട പൂവിളിച്ചു പനങ്കിളികൾ. ചെറുകാറ്റിൽ നൃത്തമാടി മുല്ലയും പിച്ചകവള്ളികളും. പുത്തനാം തങ്കക്കൂടക്കടുക്കൻ മുക്കുറ്റിക്കുഞ്ഞിൻ്റെ കാതിൽ കണ്ടു. കുന്നത്തു വാഴുമിളമുളകൾ പൊന്നോണവില്ലിനു ഞാണുകെട്ടി. കല്ലിലും മുള്ളിലും കാലുവെച്ചു
തുള്ളിക്കളിപ്പൂ തകരക്കുട്ടൻ എങ്ങുമൊരാഹ്ലാദക്കോളിളക്കം എങ്ങുമൊരാനന്ദത്തൂ വെളിച്ചം എങ്ങുമൊരാനന്ദ